നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC 2025 നടത്തിയ 10th പ്രിലിംസിൻ്റെ GK ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ശരിയാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് തെറ്റാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഫക്ര നങ്കൽ സത്ലജ് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി ശരിയാണ്. തെഹ്രി ഡാം കൃഷ്ണ നദി തെറ്റാണ്. തെഹ്രി ഡാം ഭഗീരഥി നദിയിലാണ്. സർദാർ സരോവർ നർമ്മദ നദി ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 3ഉമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. ശരിയാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു. ശരിയാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. ശരിയാണ്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. എല്ലാം ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് സതിഹിതബോധിനിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ബാക്കി 3ഉം രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ ഉൾപ്പെടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. തെറ്റാണ്. കേരള മീഡിയ അക്കാദമി വരുന്നത് കാക്കനാടാണ്. അടുത്തത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. ശരിയാണ്. ചലച്ചിത്ര അക്കാദമി വരുന്നത് തിരുവനന്തപുരമാണ്. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. തെറ്റാണ്. കേരള ലളിതകലാ അക്കാദമി വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലിം. ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാശക്തി യോഗം. ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. ശരിയാണ്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് മനിലയാണ് ഫിലിപ്പീൻസ്. നാറ്റോ ബ്രസൽസ്. ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇൻ്റർപോൾ ലിയോൺ. ഇത് 3ഉം ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം തെറ്റാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? അബ്ദുൽ കലാം ആസാദാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച ബർവയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനുമാണ് കരൈവ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാഡ് ഹോൾ മൈനിങ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാഡ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ടൈറ്റാനിയം ഓക്സൈഡാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം
കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓപ്ഷൻ ഡി ശരി. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യയിലാണ്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് പഞ്ചസാര വ്യവസായം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശ്. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി ആണ് 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ഇത് ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ഫ്യൂഡൽ നികുതി നൽകുക, ഇതാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം? നവമഞ്ജരിയാണ്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, ധോളാവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, അത് തെറ്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? തെലുങ്കാനയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി ആണ് പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശരിയാണ്. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ, ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ എ ശരി. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? സുകുമാർ സെന്നാണ്. ഓപ്ഷൻ ബി. അന്യായമായി തടങ്കൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠമാണ്. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം?
അമ്മു സ്വാമിനാഥൻ ശരിയാണ്. ദാക്ഷായണി വേലായുധൻ ശരിയാണ്. രാജ്കുമാരി അമൃത് കൗർ ശരിയാണ്. സരോജിനി നായിഡു ഇവയെല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി PR ശ്രീജേഷാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടമാണ്. കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ശരിയാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം. 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻകോയാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മയും. ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെയാണ്. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട് അത് തെറ്റാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ ദർശനമാല തെറ്റാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. VD ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാനാണ്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? കീഴരിയൂർ ബോംബ് കേസാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. ഓപ്ഷൻ ബി ശരി. മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഓവ്യൂൾ വിത്താകുന്നു. ഓപ്ഷൻ എ ശരി. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീന് ഓപ്ഷൻ ബി ആണ്. ഗ്ലോബുലിനാണ്. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ലിപ്പേസ് ആണ്. ഓപ്ഷൻ ബി. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. വേനൽക്കാലത്ത് വാസപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. ഇതാണ് തെറ്റായിട്ടുള്ളത്. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ശരി. വാസപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയും. ശരിയാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ശരി. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ശരി. 3ഉം 4ഉം തെറ്റ്. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ.
അൽനിക്കോയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡാണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടെയ്ൻ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടണാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകളാണ്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്.